അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. അപ്പോൾ അസറ്റുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് 1,68,200 ആണ് കിട്ടുക. ക്രെഡിറ്റ് സൈഡിൽ ലൈബിലിറ്റി സൈഡിൽ ആകെ ഒരു ഐറ്റേ ഉള്ളൂ. ഏതാണ്? ക്രെഡിറ്റേഴ്സ് മാത്രമല്ലേ ഉള്ളൂ 15,000 ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? എമൗണ്ട് എത്ര കിട്ടുക? $1,53,200. അതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/12/2019. ഇതേപോലെ അസറ്റുകളൊക്കെ പെറുക്കി അസറ്റിൽ എഴുതുക, ലൈബിലിറ്റിയിൽ എഴുതുക, ബാലൻസ് ചെയ്യുക. കിട്ടുന്ന എമൗണ്ട് ആണ് 1,86,850 ആണോ കിട്ടിയേക്കണേ? ആണോ? യെസ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റിൽ എന്തെങ്കിലും സാധനം വെറുതെ പെറുക്കിയെടുത്ത് എഴുതിയാൽ മതി. 10 മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക കേട്ടോ. ഇത്ര തന്നെ ചെയ്താൽ 5 മാർക്ക് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് വരയ്ക്കാമല്ലോ. റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? യെസ്. അപ്പോൾ അതിന് പ്രകാരം നിങ്ങൾ പറഞ്ഞേ, ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റലല്ലേ എഴുതേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണ് കിട്ടിയത്? 1,86,850. അതായത് ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. 1,86,850 എഴുതി. ഈ ഡ്രോയിങ്സ് ക്വസ്റ്റിനുണ്ടോ നോക്കിയാൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചേ. ഡ്യൂറിംഗ് ദ ഇയർ ദ ട്രേഡർ ഹാസ് വിഡ്രോൺ ₹2,000 പെർ മന്ത് ടു മീറ്റ് ഹീസ് ഫാമിലി ഒബ്ലിഗേഷൻ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും അയാൾ 2,000 പെർ മന്ത് എന്നാണ് കേട്ടോ, 2,000 രൂപ ട്രേഡർ വിഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് 2,000 ആണോ നമ്മൾ എടുക്കേണ്ടത്? അപ്പോൾ പ്രത്യേകം ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്യുക. പെർ മന്ത്. എന്താ പെർ മന്ത് എന്ന് പറഞ്ഞാൽ? ഓരോ മാസവും നമ്മൾ 2,000 വെച്ച് പിൻവലിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു വർഷം എത്ര വരും? 2,000 × 12 24,000 നമ്മൾ ആഡ് ചെയ്തു. ക്ലിയർ ആയോ? കത്തിയോ? യെസ്. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ, നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചില പടിയിൽ തരാം കേട്ടോ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ വരാം, പ്രൊവിഷൻ, ബാഡ് ഡെറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് അല്ലേ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ആയിക്കോട്ടെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കിട്ടാക്കടമായിക്കോട്ടെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ലെസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? എക്സ്പെൻസ് പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ആഡാണ് ലെസ് ചെയ്യണം. ഓർത്ത് വയ്ക്കുക കേട്ടോ, ലെസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അഡീഷണൽ ക്യാപിറ്റലും അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും മൈനസ് ചെയ്യുന്നത് പോലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, എക്സ്പെൻസ് പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ഡ്രോയിങ്സ് കിട്ടിയില്ലേ? ഇനി നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ വല്ലതുണ്ടോ നോക്കി നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് ഓൺ ആവറേജ് ബേസിസ് കേട്ടോ. ക്വസ്റ്റിൽ പ്രത്യേക ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, ആവറേജ് ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ 10% തേയ്മാനം സംഭവിച്ചു. അതേപോലെ ഫർണിച്ചറിനും 5% തേയ്മാനം സംഭവിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ആവറേജ് ബേസിസ്. അതും ആവറേജ് ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ. അവിടെ നിൽക്കട്ടെ. ആസ് റിഗാർഡ് ഡെറ്റേഴ്സ് ഇറ്റ് ഈസ് അസർട്ടൈൻ ദാറ്റ് 1,000 ആർ ഇർറിക്കവറബിൾ. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? പറഞ്ഞേ. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? പൈസ തരാനുള്ളവർ അല്ലേ? അതിനകത്ത് 1,000 രൂപ ഇർറിക്കവറബിൾ ആണ്. എന്താ ഇർറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ? കിട്ടൂല, റിക്കവർ ചെയ്യാൻ പറ്റൂല. തരാനുള്ള ഡെറ്റേഴ്സിൽ 1,000 രൂപ അവർ തരൂല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ തരാത്ത സാധനത്തിനെ, കടത്തിന് നമ്മൾ എന്ത് വിളിക്കും? കിട്ടാക്കടത്തിന് എന്ത് വിളിക്കും? ഒരു പേര് വിളിക്കുമല്ലോ. എന്തെന്ന് വിളിക്കുക? ബാഡ് ഡെറ്റ്. എന്താണ്? ബാഡ് ഡെറ്റ്. അപ്പോൾ ബാഡ് ഡെറ്റ് നമുക്ക് എക്സ്പെൻസ് അല്ലേ? അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? ആഡാണോ ലെസ്സാണോ ചെയ്യേണ്ടത്? ബാഡ് ഡെറ്റ് ലെസ് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഈ എക്സ്പെൻസ് പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മൈനസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി പ്രൊവിഷൻ പറയുന്നുണ്ട് 2%. അതും പറഞ്ഞു തരാം. 1 സെക്കൻഡ്. നമുക്ക് ആദ്യം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വർക്കൗട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് എഴുതി 1,86,850. അതിലാർക്ക് സംശയമില്ലല്ലോ മക്കളെ? ക്ലിയർ അല്ലേ അതെല്ലാവർക്കും? ഡ്രോയിങ്സ് 24,000 കിട്ടിയതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2,000 ഒരു മാസം, 2,000 × 12 ചെയ്തപ്പോൾ 24,000 കൂട്ടിയപ്പോൾ 2,10,850. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ. അഡീഷണൽ ക്യാപിറ്റൽ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ പിന്നെ അത് കുറയ്ക്കേണ്ട, ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രം കുറച്ചാൽ മതി. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? എത്രയാ?
1,53,200 അത് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി എത്രയാണ്? 57,650. ക്ലിയർ ആയോ? അതുവരെ ക്ലിയർ ആയോ? ഇനി നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് പോകാം. നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്, എന്തൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട്? ഡിപ്രീസിയേഷൻ വരുന്നുണ്ട് അല്ലേ? ഏതിനാണ് ഡിപ്രീസിയേഷൻ വരെ? തേയ്മാനം. ഡിപ്രീസിയേഷൻ വരെ തേയ്മാനം സംഭവിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ സാധാരണ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എത്ര ശതമാനം തേയ്മാനം സംഭവിച്ചേക്കണേ? അപ്പോൾ ഏത് പ്ലാൻ ആൻഡ് മെഷീനറി എടുക്കണ്ടേ? ഓപ്പണിങ്ങിൽ ഒരു 80,000 രൂപയുടെ പ്ലാൻ ആൻഡ് മെഷീനറി ഉണ്ട്, ക്ലോസിങ്ങിൽ ഒരു 1,00,000 രൂപയുടെ പ്ലാൻ ആൻഡ് മെഷീനറി ഉണ്ട്. അപ്പോൾ ഏതെടുക്കണ്ടേ? സാധാരണ നമുക്ക് തേയ്മാനം വരിക ഓപ്പണിങ്ങിൽ കിടക്കുന്ന അസറ്റ് ഉപയോഗിക്കുമ്പോൾ, ആ വർഷം ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്കതിന് തേയ്മാനം സംഭവിക്കുക, ആ വർഷം അവസാനം അല്ലേ? പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട് 10% ഓൺ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആവറേജ് ബേസിസ്, ശരാശരിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ശരാശരി എടുക്കണം. ഓപ്പണിങ്ങിൽ 80,000 ആണ്, ക്ലോസിങ്ങിൽ 1,00,000 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ബൈ 2 ചെയ്യുക. അപ്പോൾ 80,000 പ്ലസ് 1,00,000, 1,80,000 ബൈ 2 ചെയ്യുമ്പോൾ 90,000. ആ 90,000ൻ്റെ 10% ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9,000 കിട്ടും. അതാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഇല്ല, ഒരിക്കൽ കൂടി പറയട്ടെ. റെഡിയാണോ? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എത്ര ശതമാനം തേയ്മാനം? സാധാരണ നമ്മൾ തേയ്മാനം കാണുന്നത് ഓപ്പണിംഗ് ഡേറ്റിലാണ് കേട്ടോ കാണുക. പക്ഷേ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് 10% ഓൺ എന്തിൻ്റെ? ആവറേജ് ബേസിസ്. എന്താ ആവറേജിൻ്റെ മലയാളം? ശരാശരി. എന്താണ്? ശരാശരി കണ്ടുപിടിക്കണം. അപ്പോൾ പ്ലാൻ ആൻഡ് മെഷീനറി ശരാശരി കാണണം. പ്ലാൻ ആൻഡ് മെഷീനറി നമുക്ക് 2 എമൗണ്ട് ഇല്ലേ? ഓപ്പണിംഗ് ഡേറ്റിലെ പ്ലാൻ ആൻഡ് മെഷീനറി 80,000 ഉണ്ട്, ക്ലോസിംഗ് ഡേറ്റിലെ പ്ലാൻ ആൻഡ് മെഷീനറി എത്രയുണ്ട്? 1,00,000 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നിങ്ങൾ കൂട്ടണം. എന്ത് ചെയ്യണം? അത് രണ്ടും കൂടി എന്നിട്ട് ബൈ 2 ചെയ്യുക. അപ്പോൾ ആവറേജ് കിട്ടില്ല, ശരാശരി 2 എണ്ണല്ലേ ഉള്ളത്. അപ്പോൾ ബൈ 2 ചെയ്യുക. അപ്പോൾ 80,000 1,00,000 കൂടി കൂട്ടുമ്പോൾ 1,80,000 വരും. ബൈ 2 ചെയ്യുമ്പോൾ 90,000 വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതിന് എത്ര ശതമാനമാണ് തേയ്മാനം? എത്ര ശതമാനം ഡിപ്രീസിയേഷൻ? അപ്പോൾ 90,000 ഇൻറ്റു 10/100, അപ്പോൾ 9,000 കിട്ടും. 90,000 ഇൻറ്റു എന്ത് വരും? 10/100. 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ്. അപ്പോൾ 9,000. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫർണിച്ചറിൻ്റെ എങ്ങനെ കാണാം? ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ് അറ്റ് 5% ഓൺ ആവറേജ് ബേസിസ്. അതെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ? ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്തിട്ട് അതിനെത്ര ശതമാനം? 5%. അപ്പോൾ 30,000 25,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 55,000 വരും. 55,000 ബൈ 2 എത്രയാണ് നോക്കി നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ? 55,000 ബൈ 2 എത്ര വരണേ? പറഞ്ഞേ. ഇൻറ്റു 5/100. 5% അല്ലേ? 5/100 വരുമ്പോൾ എത്ര വരും? യെസ്, 1375. അതിന് ഇവിടെ കിടക്കണേ നോക്കി, 1375. ക്ലിയർ ആയോ? കത്തിയോ? കത്തിയോ? അപ്പോൾ ആവറേജ് ബേസിസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ആ 10% പോയി ഓപ്പണിങ്ങിന് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ 80,000 ഇൻറ്റു 10/100, ഫർണിച്ചർ ആണെങ്കിൽ എത്ര? 30,000 ഇൻറ്റു 5/100. ക്ലിയർ ആയോ? ഓപ്പണിങ്ങിൻ്റെ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ബാഡ് ഡെപ്റ്റ്. ഇനി നമുക്ക് ബാഡ് ഡെപ്റ്റ് പറയുന്നില്ല. എത്ര ബാഡ് ഡെപ്റ്റ് പറഞ്ഞേ? എത്ര ബാഡ് ഡെപ്റ്റ്? എത്ര ബാഡ് ഡെപ്റ്റ്? 1000. ചോദിച്ചോളൂ. ബാഡ് ഡിപ്രീസിയേഷൻ എഴുതിയാൽ മതി. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. മനസ്സിലായോ? അങ്ങനെ എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ?
ക്ലിയർ ആയില്ലേ മോളെ? ഓക്കെ. നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റ് ആണ്. ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിനകത്തൊരു 1000 രൂപ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റൂല. റിക്കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ബാഡ് ഡെപ്റ്റ് കിട്ടാക്കടമാണ്. നമ്മൾ ബാഡ് ഡെപ്റ്റ് 1000 രൂപ എടുത്ത് എഴുതുക. അത് ക്ലിയർ ആയോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. അടുത്തത് നമ്മുടെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നോക്കി, പ്രൊവിഷൻ അറ്റ് 2% ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺഡ്രി ഡെറ്റേഴ്സ്. പ്രൊവിഷൻ എന്ന് പറയുന്ന സാധനം എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 2%. എന്തിൻ്റെ? ഇനി നിങ്ങൾ എടുക്കുമ്പോഴെല്ലാം ക്ലോസിങ് ഡെറ്ററിൻ്റെയാണ് എടുക്കേണ്ടത്. കാരണം ഈ ബാഡ് ഡെപ്റ്റ് ഒക്കെ വരുമ്പോഴെപ്പോഴും ക്ലോസിങ് ഡെറ്റേഴ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ സൺഡ്രി ഡെറ്റേഴ്സ് എടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക കേട്ടോ. ബാഡ് ഡെപ്റ്റ് പ്രൊവിഷനൊക്കെ വരുമ്പോൾ നമ്മൾ ക്ലോസിങ് എടുക്കാം, ക്ലോസിങ് ഡേറ്റിലെ വാല്യൂ എടുക്കുക. അപ്പോൾ നമ്മുടെ ഡെറ്റർ എത്രയാണ്? സൺഡ്രി ഡെറ്റേഴ്സ് എത്രയാണ് ക്ലോസിങ്ങിൽ? നോക്കി പറഞ്ഞേ, സൺഡ്രി ഡെറ്റേഴ്സ് എത്രയാണ് ക്ലോസിങ്ങിൽ? 40,000. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. സൺഡ്രി ഡെറ്റേഴ്സ് എത്രയാണ്? 40,000. ആ ഡെറ്റേഴ്സിൽ 1000 രൂപ കിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ? ബാഡ് ഡെപ്റ്റ് വന്നിട്ടില്ലേ? ഇല്ലേ? ആ 1000 കുറയ്ക്കുക. അവിടെ നമുക്ക് 1000 കിട്ടില്ലല്ലോ. അപ്പോൾ 1000 കുറയ്ക്കുക. അപ്പോൾ എത്രയായി? അതിൻ്റെ എത്ര ശതമാനം എടുക്കണം? എത്ര ശതമാനം പ്രൊവിഷൻ? അപ്പോൾ ഇൻറ്റു 2/100. അപ്പോൾ ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും എഴുതി വയ്ക്കുക കേട്ടോ. 40,000 നിന്ന് 1000 ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ട് 39,000 കിട്ടും. അതിൻ്റെ 2%. അതാണ് പ്രൊവിഷൻ. ക്ലിയർ ആയോ? ഇപ്പോൾ 780 ആണോ കിട്ടിയത്? മക്കളെ, ഇത് നിങ്ങൾ ഓൾറെഡി +1 ഫൈനൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. പ്രൊവിഷണൽ ട്രീറ്റ്മെൻറ്റ് ബാഡ് ഡെപ്റ്റ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ട് വേണം എന്ത് കാണാൻ? പ്രൊവിഷൻ കാണാൻ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഒരു 1000 രൂപ ബാഡ് ഡെപ്റ്റ് ഉള്ളത് കൊണ്ട് 40,000 നിന്ന് 1000 കുറച്ച് അതിൻ്റെ 2%. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് എല്ലാം കിട്ടി. അതും കൂടി കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെറ്റ് പ്രോഫിറ്റ് 45,495. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നെറ്റ് പ്രോഫിറ്റ് വരെ കണ്ടുപിടിച്ചത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുള്ളൂ കേട്ടോ. ഇത്രയും നെറ്റ് പ്രോഫിറ്റ് വരെ വർക്കൗട്ട് ചെയ്യാനാണ് നമുക്ക് വരാറ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. ഇനി നമ്മൾ പോകുന്ന രണ്ടാമത്തെ മെത്തേഡിലോട്ടാണ്. നമുക്ക് സിംഗിൾ എൻട്രി പ്രകാരം പ്രോഫിറ്റ് കാണാൻ രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ പേരെന്താ? കൺവേർഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തർത്ഥം? കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിനെ മാറ്റിയെടുക്കുക എന്നല്ലേ അർത്ഥം അല്ലേ? അപ്പം നമ്മൾ സിംഗിൾ എൻട്രിയിൽ തരുന്ന ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്തിലോട്ട് മാറ്റും? എന്തിലോട്ട് മാറ്റും? ഡബിൾ എൻട്രിയിലോട്ട് മാറ്റും. അതാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇതിന് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കൺവേർഷൻ മെത്തേഡ് ഓർത്ത് വയ്ക്കുക. കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ എൻട്രി ഇൻറ്റു ഡബിൾ എൻട്രി ആണ് കേട്ടോ. സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രി ആക്കുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരാണ് കൺവേർഷൻ മെത്തേഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതിന് സ്റ്റെപ്സ് ചിലപ്പോൾ എക്സാമിന് തിയറി ചോദിക്കുക, എങ്ങനെ നിങ്ങൾ സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രി ആക്കും. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വരയ്ക്കേണ്ടി വരും? ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ വരയ്ക്കാറ്? അപ്പോൾ ഒന്നാമത് സ്റ്റെപ്പ് പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. രണ്ട് ചിലപ്പോൾ ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടി വരും. ക്യാഷ് ബാലൻസ് ഇല്ലെങ്കിൽ അത് പറഞ്ഞുതരാം. ക്യാഷ് ബുക്ക് വരയ്ക്കണം. മൂന്നാമത് നാലാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് പൈസ തരാനുള്ള ആൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എപ്പോഴാണ് പൈസ തരാനുണ്ടാവുക? നമ്മുടെ ബിസിനസ്സിലൂടെ എപ്പോഴാണ് പൈസ തരാനുണ്ടാവുക? നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് പൈസ? സെയിൽ നടത്തുമ്പോൾ. എങ്ങനെ സെയിൽ നടത്തുമ്പോൾ? കടമായിട്ട് സെയിൽ ചെയ്യുമ്പോൾ. മനസ്സിലായോ? അങ്ങനെയല്ലേ? കടമായിട്ട് സെയിൽ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഡെറ്റർ ഉണ്ടാവുക.
ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഞാനൊരാൾക്ക് കടമായിട്ട് സാധനങ്ങൾ വിറ്റു. അപ്പോൾ അയാൾ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോയി, പക്ഷെ പൈസ തന്നിട്ടില്ല. അപ്പോൾ അയാൾ എനിക്ക് ഡെറ്റർ അല്ലേ? അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഡെറ്റർ ഉണ്ടാവുന്ന എപ്പോഴാണ് മക്കളെ? ഡെറ്റർ ഉണ്ടാവുന്ന എപ്പോഴാണ്? സെയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഡെറ്റേഴ്സ് എന്ന് പറയുന്നൊരു അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാണ്ട് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ക്രെഡിറ്റ് സെയിൽസ്, കടമായിട്ടത് വിറ്റത് എത്ര രൂപയ്ക്കാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആണോ? ഫോർമാറ്റൊക്കെ പറഞ്ഞുതരാം. ക്ലിയർ ആയോ? ഇനി ടോട്ടൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളല്ലേ? നമ്മളെപ്പോഴാണ് പൈസ കൊടുക്കാനുണ്ടാവുക? നമ്മളെവിടെന്നെങ്കിലും കടമായിട്ട് സാധനം മേടിച്ചേക്കാം, നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, അപ്പോഴല്ലേ ക്രെഡിറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വായ്പ, കടം, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്യും നമ്മൾ. അത് എന്ത് കണ്ടുപിടിക്കാനാണ്? ക്രെഡിറ്റ് പർച്ചേസസ്. ക്ലിയർ ആണോ? അതുകൂടാതെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർഷൻ മെത്തേഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് സ്റ്റെപ്സ് തിയറി ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ എലാബറേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു എത്ര സ്റ്റെപ്പ്? 8 സ്റ്റെപ്പ് കേട്ടോ. ക്ലിയർ? സിംഗിൾ എൻട്രി നിങ്ങൾ ഡബിൾ എൻട്രി ആക്കും, അല്ലെങ്കിൽ കൺവേർഷൻ മെത്തേഡൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി കേട്ടോ. സെറ്റല്ലേ? നമുക്ക് ആദ്യത്തെ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിലോട്ട് പോകാം. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു? എന്തിനാ പ്രിപ്പയർ ചെയ്യണേ? എന്ത് കണ്ടുപിടിക്കാൻ അവർക്ക് പറഞ്ഞെല്ലാവരും ഓർത്ത് വയ്ക്കുക. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കടമായിട്ട് വിറ്റത് കാണാൻ, ക്രെഡിറ്റ് സെയിൽസ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഫോർമാറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം സാധാരണ വരയ്ക്കുന്ന പോലെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് സാധാരണ നമ്മളൊരു അക്കൗണ്ട് വരയ്ക്കില്ലേ, അതേപോലെ തന്നെയാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കുന്നത് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും. ഡൗട്ടൊന്നുമില്ലല്ലോ അതിൽ? അക്കൗണ്ട് വരയ്ക്കുന്നതിൽ ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ 2 ഡെറ്റർ തരും. ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്റർ ഉണ്ടാവും, ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റർ ഉണ്ടാവും. ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഡെറ്റേഴ്സ് ഓൺ 1/1/2020, അതുപോലെ ഡെറ്റേഴ്സ് ഓൺ 31/12/2020. അങ്ങനെ നമുക്ക് ഒരു വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്ററും തരും, ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്ററും തരും. ഓക്കെ ആണോ? അങ്ങനെ വരുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്റർ എവിടെ കൊണ്ട് എഴുതണം? ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എഴുതണം. ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റർ എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലെ ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ, C/D എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. രണ്ടായിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്ററും ഉണ്ടാവും, ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്ററും തരും. ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്റർ എവിടെ എഴുതേണ്ടത്? ഏത് സൈഡിൽ എഴുതണ്ടേ? എന്തെന്ന് പറഞ്ഞ് എഴുതണ്ടേ? ഇനി ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റർ എവിടെ എഴുതേണ്ടത്? ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡെറ്ററുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി കേട്ടോ. അത് ശരിക്കും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ ആണ് കേട്ടോ. ഡെറ്ററുടെ കയ്യിൽ നമുക്ക് ക്യാഷോ ചെക്കോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് എന്നോ ബാങ്കെന്നോ പറഞ്ഞ് എഴുതി ക്രെഡിറ്റ് സൈഡിൽ എടുത്ത് എഴുതണം. അതുപോലെ ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള വല്ല ബില്ലുകൾ ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡിസ്കൗണ്ട്, നമ്മൾ ക്രെഡിറ്റ് സെയിലല്ലേ ശരിക്കും, നമ്മൾ കടമായിട്ട് വിൽക്കല്ലേ ചെയ്യണേ. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ബാഡ് ഡെപ്റ്റ്, കിട്ടാക്കടം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡ് എഴുതുക. സെയിൽസ് റിട്ടേൺ, വിറ്റ സാധനം തിരിച്ചു വരികയാണെങ്കിൽ, ഈ സെയിൽസ് റിട്ടേൺ വേറൊരു പേരുണ്ട്, അറിയാമോ ആർക്കെങ്കിലും? റിട്ടേൺ ഇൻവേർഡ്. എന്താ പറയുക? സെയിൽസ് റിട്ടേണിൻ്റെ മറ്റൊരു പേര് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, റിട്ടേൺ ഇൻവേർഡ്. എന്ന് പറഞ്ഞ എന്താർത്ഥം? എന്ന് പറഞ്ഞ എന്താർത്ഥം? എന്ന് പറഞ്ഞ ഉള്ളിൽ, റിട്ടേൺ എന്ന് പറഞ്ഞ എന്താ? തിരിച്ചു വരിക. അപ്പോൾ ഉള്ളിലോട്ട് തിരിച്ചു വരിക. അപ്പം അതിനർത്ഥം നമ്മൾ മുമ്പ് പുറത്തോട്ട് വിറ്റിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സെയിൽസ് റിട്ടേൺ. ക്ലിയർ ആയോ?
അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഒന്ന് പറഞ്ഞേ. ഒന്ന്, ഡെറ്ററുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിലാണ് ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതണം. ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള വല്ല ബില്ലുകൾ ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ബാഡ് ഡെപ്റ്റ്, കിട്ടാക്കടം ഉണ്ടെങ്കിൽ അത് എഴുതണം. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ, സെയിൽസ് റിട്ടേണിൻ്റെ വേറൊരു പേരെന്താ? റിട്ടേൺ ഇൻവേർഡ്. അതുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡെബിറ്റ് സൈഡിൽ വരുന്ന ആകെ ഒരു ഐറ്റമാണ് ബിൽസ് റിസീവബിൾ ഡിസോണറായി. ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ബില്ല് മടങ്ങാന്ന് പറയില്ലേ, ഡേറ്റ് ആയിട്ടും കളക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ മടങ്ങിപ്പോയി, ചെക്കൊക്കെ മടങ്ങാന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റിലാണ് എഴുതേണ്ടത്. പിന്നെ ഓപ്പണിംഗ് ഡേയിലെ ഡെറ്റർ നേരത്തെ പറഞ്ഞല്ലോ. ഇത്രയും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യണം. എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രെഡിറ്റിലായിരിക്കും എമൗണ്ട് കൂടുതൽ വരിക. എവിടെയായിരിക്കും എമൗണ്ട് കൂടുതൽ വരിക? ആ ക്രെഡിറ്റിലെ എമൗണ്ട് കൂടുതൽ നിന്ന് നമ്മൾ ഡെബിറ്റിലെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്കൊരു ബാലൻസിങ് ഫിഗർ കിട്ടില്ലേ? ബാലൻസിങ് ഫിഗർ കിട്ടില്ലേ? അതിനെ പറയുന്ന പേരാണ് മക്കളെ എന്തോന്ന്? ക്രെഡിറ്റ് സെയിൽസ്. ക്ലിയർ ആയോ? കടമായിട്ട് വിറ്റത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ക്യാഷ് സെയിൽസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ പറയും ടോട്ടൽ സെയിൽ കാണാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്രെഡിറ്റ് സെയിലിൽ കടമായിട്ട് വിറ്റതിൻ്റെ കൂടെ ക്യാഷിന് വിറ്റതും കൂടി കൂട്ടുക. അപ്പോൾ ടോട്ടൽ സെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ അടിയിൽ ജസ്റ്റ് ഒന്ന് വർക്കിംഗ് നോട്ട് പോലെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ക്യാഷ് സെയിൽസ് ഇതിനകത്ത് എടുക്കരുത് കേട്ടോ, ഈ അക്കൗണ്ടിനകത്ത് എടുക്കരുത്. ക്യാഷ് സെയിൽസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് എവിടെ എടുക്കണ്ട, ഈ അക്കൗണ്ട് വരച്ചിട്ട് നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ക്രെഡിറ്റ് സെയിൽസ് കാണാം, കടമായിട്ട് വിറ്റത് കാണാം. എന്നിട്ട് ആ കിട്ടിയ എമൗണ്ടിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ക്യാഷ് സെയിൽസും കൂടി കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ സെയിൽസ്. ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആവും. നോക്കി, ഇതിൻ്റെ ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, ഫ്രം ദ ഫോളോയിങ്, ഇത് 5 മാർക്കിന് വരാറുണ്ട് കേട്ടോ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ്. എന്ത് കാണാനാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ? ടോട്ടൽ സെയിൽസ്. ഇനി നിങ്ങൾ പറഞ്ഞോ, ഡെറ്റർ നമുക്ക് 2 ഡേറ്റിൽ തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ ഡേറ്റിൽ തന്നേക്കണേ പറഞ്ഞേ? ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഡേറ്റ് തന്നിട്ടില്ലേ? ഏതൊക്കെ ഡേറ്റ്? 1/1/2016 ഉണ്ട്, 31/12/2010. അപ്പോൾ ഏതാണ് ഓപ്പണിംഗ്, ഏതാണ് ക്ലോസിങ്? അത് ഓപ്പണിംഗ് ആണ്. അതെവിടെ എഴുതുക? ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിൽ എന്തോന്ന് പറഞ്ഞ് എഴുതാറ്? എന്തോന്ന് പറഞ്ഞ് എഴുതണ്ടേ? ബാലൻസ് ബ്രോ ഡൗൺ. യെസ്. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നിങ്ങൾ 17,140 എഴുതുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇനി അടുത്ത ഡെറ്റർ ഉണ്ടല്ലോ 31/12. അത് ഏത് ക്ലോസിംഗ് ഡേറ്റ് ആണോ ഓപ്പണിംഗ് ഡേറ്റ് ആണോ? ക്ലോസിംഗ് ഡേറ്റർ. ക്ലോസിംഗ് ഡേറ്റർ എവിടെ എഴുതണ്ടേ? നോക്കി, ക്രെഡിറ്റ് സൈഡിൽ എവിടെ എഴുതണ്ടേ? ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ അല്ലേ? അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ C/D എന്ന് പറഞ്ഞിട്ട് 15,150. ക്ലിയർ ആയോ? ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ. ഡെറ്ററിൻ്റെ കയ്യിൽ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ എവിടെ എഴുതണമെന്ന് പറഞ്ഞേ ഫോർമാറ്റിൽ? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ എവിടെ എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. എത്രയാ? 52,300. ഇനി ഡിസ്കൗണ്ട് എല്ലൗഡോ? ഡിസ്കൗണ്ട് എല്ലൗഡ് എവിടെ എഴുതണ്ടേ? ഡിസ്കൗണ്ട് എല്ലൗഡ് ക്രെഡിറ്റ് സൈഡിൽ 2,400. ഇനി ബാഡ് ഡെപ്റ്റോ? ബാഡ് ഡെപ്റ്റ് എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ്. 3,100. ഇനി സെയിൽസ് റിട്ടേണോ? സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് സൈഡിൽ 4,200. ക്യാഷ് സെയിൽസ് എടുക്കരുത്, കാരണം ക്യാഷ് സെയിൽസ് ഞാൻ പറഞ്ഞു ടോട്ടൽ സെയിൽ കാണാൻ നമുക്ക് അവസാനമേ ആവശ്യമുള്ളൂ, അതവിടെ കിടക്കട്ടെ. ഇനി ബിൽസ് റിസീവബിളോ? ബിൽസ് റിസീവബിൾ എവിടെ എഴുതണ്ടേ? BR. ബിൽസ് റിസീവബിൾ BR എവിടെ എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡ്. ഇനി ബിൽസ് റിസീവബിൾ ഡിസോണർ ആണെങ്കിലോ? ഡിസോണർ ആയിരുന്നെങ്കിലോ? ഡിസോണർ ആണെങ്കിലേ ഞാൻ ഡെബിറ്റിൽ വരുള്ളൂ കേട്ടോ. വെറുതെ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞെങ്കിൽ എവിടെ വരിക? ക്രെഡിറ്റ് സൈഡ് 5,000. ബിൽസ് റിസീവബിൾ എന്ന് മാത്രമല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് ക്രെഡിറ്റിൽ എഴുതിയാൽ മതി. ഡിസോണർ എന്ന് പറഞ്ഞാൽ മാത്രമേ ഡെബിറ്റിൽ എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പോൾ 5,600 നമ്മൾ എഴുതി. നമ്മുടെ കഴിഞ്ഞില്ലേ? നമുക്ക് ബാലൻസ് ചെയ്യാം. റെഡിയാണോ എല്ലാവരും?
അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആദ്യം കൂട്ടി നോക്കാം. ക്രെഡിറ്റ് സൈഡ് നമ്മൾ ആദ്യം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 82,750 കിട്ടും. ഡെബിറ്റിലാകെ 17,140 ഉള്ളൂ. അപ്പോൾ ഏതാ വലുത്? 82,750 ആണ് ലാർജസ്റ്റ് അല്ലേ. അതിൽ നിന്ന് നമ്മൾ 17,140 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആണ് എന്തോന്ന്? നേരത്തെ ഞാൻ പറഞ്ഞു ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എന്താ പറയുക? എന്താ? ക്രെഡിറ്റ് സെയിൽസ്, കടമായിട്ട് വിറ്റത്. അപ്പോൾ ഇവിടെ നമുക്ക് കടമായിട്ട് വിറ്റത് എത്രയാണ്? 65,610, 65,610. അതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? നമ്മളുടെ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽസ് കാണാനാണോ പറഞ്ഞേക്കണേ? പിന്നെ എന്തോന്നാ? കടമായിട്ട് വിറ്റതും ക്യാഷിന് വിറ്റതും കൂടി കൂട്ടിയാൽ പോരെ. അപ്പോൾ ഒരു കമ്പനിയുടെ മൊത്തം സെയിൽ കിട്ടില്ലേ? കടമായിട്ട് വിറ്റതും ക്യാഷിന് വിറ്റു. അപ്പോൾ ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ എത്രയാ? 15,000. അപ്പോൾ നമുക്ക് കിട്ടിയ 65,610 കൂടെ 15,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും 80,610. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അപ്പോൾ എല്ലാവർക്കും ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്ലിയർ ആയി. സിമ്പിളാണ് കേട്ടോ മക്കളെ. ഇതിൻ്റെ ഫോർമാറ്റ് പഠിച്ചാൽ മതി, സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോർമാറ്റ് പഠിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാം. ജെറോം ഉണ്ടോ അവിടെ? ക്ലിയർ ആയോ മോനെ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഫോർമാറ്റ് നന്നായി പഠിക്കുക കേട്ടോ. ഫോർമാറ്റ് പഠിക്കാതെ നമുക്കത് പ്രോബ്ലം ചെയ്യാൻ പറ്റൂല. അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നോക്കിയാലോ. ഡെറ്റേഴ്സ് പഠിച്ചാൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വെരി സിമ്പിൾ, നേരെ ഓപ്പോസിറ്റാണ്. അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യണേ നിങ്ങൾ പറഞ്ഞേ? മറ്റേത് ക്രെഡിറ്റ് സെയിൽ കാണുകയാണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റർ ഉണ്ടാവും, ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റർ എവിടെ എഴുതുക? നേരെ ഉൾട്ട വരും. അവിടെ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്റർ എവിടെ എഴുതിയേ? നേരത്തെ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്റർ എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റർ ക്രെഡിറ്റിൽ എഴുതി അല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റർ ക്രെഡിറ്റിലും ഓപ്പണിംഗ് ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റർ ഡെബിറ്റ് സൈഡിലും എഴുതി അവസാനം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി ആ ഫോർമാറ്റ് വെച്ച് പഠിക്കാം മക്കളെ. മറ്റോടത്ത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ അല്ലായിരുന്നു ക്രെഡിറ്റ് സൈഡിൽ. ഇവിടെ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ. ക്ലിയർ ആയോ? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ. ക്രെഡിറ്റർ നമ്മൾ പൈസ കൊടുക്കാനുള്ളവരില്ല, അവിടെ കൊടുത്തു. ക്ലിയർ ആയോ? അവിടെ ബിൽസ് റിസീവബിൾ അല്ലേ വന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? വെരി ഗുഡ്, ബിൽസ് പേയബിൾ. അവിടെ ഡിസ്കൗണ്ട് അലൗഡ് അല്ലേ വന്നത്. ഇവിടെ എന്ത് വരും? അവിടെ സെയിൽസ് റിട്ടേൺ അല്ലേ വന്നത്. ഇവിടെ എന്ത് വരും? ഇത്രയേ ഉള്ളൂ സാധനം. ഇതെല്ലാം ഡെബിറ്റിലാണ് വരിക കേട്ടോ. അവിടെ ക്രെഡിറ്റിൽ വന്ന സാധനം ഇവിടെയൊക്കെ ഡെബിറ്റ്, നേരെ ഓപ്പോസിറ്റ്. എന്നിട്ട് ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റിലാണ് വരിക. അതാണ് ക്രെഡിറ്റ് പർച്ചേസ്. ഇവിടെ ബിൽസ് പേയബിൾ ഡിസോണർ ആയ ക്രെഡിറ്റിൽ കേട്ടോ. ക്ലിയർ ആയ സിമ്പിൾ സാധനം. ഡെറ്റർ പഠിച്ചാൽ നേരെ ഉൾട്ട. ക്ലിയർ? ക്ലിയർ ആയോ? സനീഷ ഉണ്ടോ? സനീഷ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എല്ലാവരും ക്ലിയർ ആയോ ഫോർമാറ്റ്? നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ. ഇവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിനാ പ്രിപ്പയർ ചെയ്യണേ? അപ്പോൾ ടോട്ടൽ പർച്ചേസ് എങ്ങനെ കാണാം? ഒരു കമ്പനിയുടെ ടോട്ടൽ പർച്ചേസ് എങ്ങനെ കാണാം? ക്യാഷ് കൊടുത്ത് വാങ്ങിയതും കടമായിട്ട് വാങ്ങിയതും കൊണ്ട് കൂട്ടണം അല്ലേ. അപ്പോൾ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടി കൂട്ടും നേരത്തെ പോലെ തന്നെ. അപ്പോൾ ക്യാഷ് പർച്ചേസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നിങ്ങളത് അക്കൗണ്ടിൽ എടുക്കരുത് കേട്ടോ. അത് അവസാനം വർക്കിംഗ് നോട്ടിൽ കാണിച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്രെഡിറ്റേഴ്സ്, 2 ക്രെഡിറ്റേഴ്സ് വന്നിട്ടില്ലേ. ഓപ്പണിംഗ് ഡേയിലെ ക്രെഡിറ്റർ ഏതാ? ആ 1/1/16 15,400.
31, 12, 16 ക്ലോസിംഗ് ആണ്. അപ്പോൾ ഓപ്പണിംഗിലെ ക്രെഡിറ്റർ ഞാൻ ഏത് സൈഡിൽ എഴുതേണ്ട ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ? ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 15,400 എഴുതി. ഇനി ക്ലോസിംഗ് ഡേയിലെ ക്രെഡിറ്റർ ഞാൻ എവിടെ എഴുതുക? എവിടെ കൊണ്ടുവരുന്ന ഡെബിറ്റ് സൈഡിൽ? ലാസ്റ്റ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ 24,700. ഇനി ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എഴുതി. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡെബിറ്റിൽ എഴുതി. റിട്ടേൺ ഔട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ, പുറത്തേക്ക് തിരികെ പോയി. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നേരത്തെ റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് റിട്ടേൺ അല്ലേ, അപ്പോൾ റിട്ടേൺ ഔട്ട് വേർഡ് പർച്ചേസ് റിട്ടേൺ കേട്ടോ. അപ്പോൾ അത് ഡെബിറ്റിൽ എഴുതി. ബിൽസ് പേയബിൾ ഉണ്ടായിരുന്നു, അത് ഡെബിറ്റിൽ എഴുതി. അപ്പോൾ ഡെബിറ്റിലാണ് എമൗണ്ട് കൂടുതൽ വന്നത് 49,800. അതിൽ നിന്ന് ക്രെഡിറ്റിലെ 15,400 കുറച്ചപ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടി ഒരു 34,400. അതെന്താ സാധനം? 34,400 എന്താ സാധനം? ക്രെഡിറ്റ് പർച്ചേസ്. നമ്മളോട് ക്രെഡിറ്റ് പർച്ചേസ് ആണോ കാണാൻ പറഞ്ഞേക്കണേ? അപ്പോൾ ഈ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ കടമായിട്ട് വാങ്ങിയതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? ക്യാഷ് പർച്ചേസസ് 12,500 കൂട്ടുക. അപ്പോൾ 46,900. ക്ലിയർ ആയോ? കത്തിയോ? എല്ലാവരും മക്കളിത് വെറുതെ കേട്ടിരിക്കാൻ പറ്റൂല, നോട്ട്ബുക്കിലൊക്കെ എഴുതണം കേട്ടോ. എഴുതാറുണ്ടോ നിങ്ങൾ? ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഈസി ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി വെക്കുക കേട്ടോ. സൈഡിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന സാധനങ്ങൾ വരുമ്പോൾ അവിടെ അത് വരും. പർച്ചേസ് റിട്ടേണിൻ്റെ വേറൊരു പേര് എന്താണ്? റിട്ടേൺ ഔട്ട് വേർഡ്, സെയിൽസ് റിട്ടേൺ, റിട്ടേൺ ഇൻവേർഡ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്കും കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് മെമ്മോറാണ്ടം, ട്രേഡിംഗ് അക്കൗണ്ടും, ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാപ്റ്റർ ഇതോടുകൂടി തീരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും?